സൗരയൂഥത്തിൽ ഭൂമിയെ പോലെ വാസയോഗ്യമായ ഒരു ഗ്രഹത്തെ കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ട് കാലങ്ങളേറെയായതാണ്. ഇതിനോടനുബന്ധിച്ച് രൂപത്തിലും സ്വഭാവത്തിലും ഭൂമിയുടെ സാദൃശ്യമുള്ള ഗ്രഹങ്ങളെയും ശാസ്ത്രലോകം കണ്ടെത്തിയിരുന്നു. ഇവയെക്കുറിച്ചുള്ള പഠനങ്ങളും സജീവമാണ്. ഇപ്പോഴിതാ നിർണായകമായ മറ്റൊരു പരീക്ഷണത്തിനാണ് കളമൊരുങ്ങുന്നത്. ഭൂമിയിലെ അതേ അന്തരീക്ഷം ചൊവ്വയിലൊരുക്കാനാണ് ശാസ്ത്രലോകം പദ്ധതിയിടുന്നത്. ഭൂമിയോട് രൂപസാദൃശ്യമുള്ള ഗ്രഹമാണ് ചൊവ്വ. ടെറാഫോമിംഗ് പ്രക്രിയയിലൂടെ ഭൂമിയുടെ അന്തരീക്ഷം ചൊവ്വയിലൊരുക്കാനാണ് പദ്ധതി. ജീവികളുടെ വാസത്തിന് അനുകൂലമായ സാഹചര്യങ്ങളുള്ള അന്തരീക്ഷം മറ്റൊരു ഗ്രഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ടെറാമോർഫിംഗ് എന്ന് പറയുന്നത്. ചൊവ്വയെ ടെറാമോർഫിംഗ് നടത്തി വാസയോഗ്യമാക്കി മാറ്റുക എന്നത് ശാസ്ത്രലോകത്തിന്റെ ഒരു വിദൂര സ്വപ്നമാണ്. ഇത്തരമൊരു സ്വപ്നം ദുഷ്കരമാണെങ്കിലും സാധ്യമാണെന്നാണ് പുതിയൊരു പഠനത്തിൽ വ്യക്തമാകുന്നത്. മഞ്ഞ് നിറഞ്ഞ ചിഹ്നഗ്രഹങ്ങളെ ചൊവ്വയിലേക്ക് ഇടിച്ചിറക്കി ഗ്രഹത്തിന്റെ അന്തരീക്ഷ സമ്മർദ്ദം കുറച്ച് വാസയോഗ്യമാക്കാനാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ചൊവ്വയിലെ ഹെല്ലസ് പ്ലാനേഷ്യ എന്ന മേഖലയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വയ്ക്കടുത്ത് ചിഹ്നഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ജലാംശവും നൈട്രജൻ സാന്നിധ്യവും താരതമ്യേന കുറവാണ്. എന്നാൽ നെപ്റ്റ്യൂണിനപ്പുറമുള്ള കൈപ്പർ ബെൽറ്റ് മേഖലയിലെ മഞ്ഞു ചിഹ്നഗ്രഹങ്ങൾ ഇതിന് വളരെ അനുയോജ്യമാണെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയെ ചൊവ്വയിലേക്ക് കൊണ്ടുവരുന്നത് വലിയൊരു കടമ്പയാണെന്നാണ് വിലയിരുത്തൽ. ഇവയെ ചൊവ്വയിലേക്ക് എത്തിക്കാനായി ഒരുപാട് ഇന്ധനം ചെലവാക്കേണ്ടി വരും. അതീവ ദുഷ്കരവും സങ്കീർണവുമായിരിക്കും ഈ പ്രക്രിയ. ഏറെക്കുറെ മരുഭൂമിക്ക് സമാനമാണ് ഭൂമിയുടെ അയൽപ്പക്കത്തുള്ള ചുവന്ന ഗ്രഹമായ ചൊവ്വ. ഇരുമ്പ് ഓക്സൈഡിന്റെ അംശം കലർന്ന മണ്ണിനാൽ ചുവപ്പ് നിറം പൂണ്ട ഭൂമിയുടെ പകുതി മാത്രം വലുപ്പമുള്ള വളരെ നേർത്ത അന്തരീക്ഷമാണ് ചൊവ്വയ്ക്കുള്ളത്. മാറിമറിയുന്ന കാലാവസ്ഥയും ദ്രവപ്രദേശത്ത് മഞ്ഞുമൂടികളും മലയിടുക്കുകളും നിർജീവ അഗ്നിപർവ്വതങ്ങളുമെല്ലാം ചൊവ്വയുടെ പ്രത്യേകതകളാണ്. ഗ്രഹത്തിന്റെ മധ്യഭാഗത്ത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനിലയെങ്കിൽ ധ്രുവപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ -140 ഡിഗ്രി വരെ സെൽഷ്യസ് താഴും. സൗരയൂഥത്തിൽ മെർക്കുറി കഴിഞ്ഞാൽ വലിപ്പം കൊണ്ട് ചെറിയ ഗ്രഹമാണ് ചൊവ്വ. ഇതിന്റെ വ്യാസം 6791 കിലോമീറ്റർ ആണ്. ഭൂമിയെ അപേക്ഷിച്ച് ചൊവ്വയുടെ ഗുരുത്വബലവും വളരെ കുറവാണെങ്കിലും അതിശയകരമായ ഘടനകളും പ്രകൃതി സൃഷ്ടികളും ചൊവ്വയിലുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണെന്നാണ് കണ്ടെത്തൽ. ഒളിമ്പിക്സ് മോൺസ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഉയരം 24 കിലോമീറ്റർ ആണ്. ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റിന്റെ 3 ഇരട്ടി വലുപ്പമാണ് ഇതിനുള്ളത്. ചന്ദ്രനെ പോലെയുള്ള സ്വാഭാവിക ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഭൂമിയേക്കാൾ സമ്പന്നനാണ് ചൊവ്വ. 2 സ്വാഭാവിക ചന്ദ്രന്മാരാണ് ചൊവ്വയ്ക്കുള്ളത്. ഫോബോസ്, ഡീമോസ് എന്നിവയാണ് അവ. ചൊവ്വയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 24 മണിക്കൂറും 37 മിനിറ്റുമാണ്. എന്നാൽ ഒരു വർഷത്തിന്റെ ദൈർഘ്യത്തിൽ ചൊവ്വ തീർത്തും വ്യത്യസ്തമാണ്. 687 ഭൗമദിനങ്ങളാണ് ചൊവ്വയിലെ ഒരു വർഷത്തിലുണ്ടാവുക. ഭാവിയിൽ മനുഷ്യവംശം ഭൂമിയുടെ അതിരുകൾ വിട്ട് പ്രപഞ്ചത്തിലെ വാസയോഗ്യമായ മറ്റിടങ്ങൾ തേടി പോകുമെന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കുള്ള പ്രയാണമാകും ഇത്. പലയിടത്തും മനുഷ്യർ കോളനികൾ സ്ഥാപിക്കുമെന്നും അവിടെ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളും ഉപയോഗ്യമായ വസ്തുക്കളുമൊക്കെ ഖനനം ചെയ്തെടുക്കുമെന്നുമാണ് പ്രതീക്ഷ. ഇത്തരത്തിലുള്ള പ്രയാണങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ഒരുപക്ഷെ ചൊവ്വയിലേക്കാകാമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്.